എന്താ എല്ലാരും ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. കണ്ടിട്ടേറെ നാളായെങ്കിലും ഇവരെ ആരെയും അച്ഛൻ ഒരിക്കലും മറക്കാനിടയില്ല. തിരുമേനി, ദേവനാരായണൻ, ദേവനെന്ന് വിളിക്കും. അന്നത്തെ ദേശത്ത് ഞാൻ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ മറക്കണം. പരിഹാരമായിട്ട് മുതലാളി എന്ത് വേണമെങ്കിലും ചെയ്യും. എത്ര രൂപ വേണമെങ്കിലും. എത്ര? 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം? എടോ, തന്റെ ഈ മുതലാളിയെ വിലക്കെടുക്കാനുള്ള കാശ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. പണം കൊണ്ട് വീടെടുക്കാവുന്നതല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, എന്റെ കുടുംബത്തിൽ. എങ്കിൽ ഇവിടുന്ന് പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഓർക്കണ്ട, എന്റെ മകളെ ഓർത്തെങ്കിലും. ഇവൻ നിരപരാധിയാണ്. നിരപരാധിയായ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് കള്ളനാക്കാം. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിടാം, തല്ലിച്ചതയ്ക്കാം, അല്ലേ? ഞാനതെല്ലാം മറക്കാം. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനാരാണെന്നറിയോ? സ്വന്തം മകനെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുന്ന കണ്ട് തളർന്നുപോയ എന്റെ അച്ഛൻ. ആ മനുഷ്യന്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പട്ടികളെ! മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ? റാസ്കൽ! എടാ, വിളിച്ചു വരുത്തി നാണം കെടുത്തിയാൽ നായിന്റെ മോനെ നിന്നെ ഞാൻ. ആരും ഒരു അക്ഷരം മിണ്ടരുത്. എടോ, തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതിയും മൈത്തവും. അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. കൊണ്ടുപോയി കുളിക്കേ. നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ്. കാരണം നിന്റെ മനസ്സിലാണ് അയിത്തം.